യുക്രൈൻ സമാധാന കരാറിൽ തീരുമാനമായില്ല. ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച പ്രഖ്യാപനങ്ങളില്ലാതെ പിരിഞ്ഞു. എന്നാൽ ചർച്ചകൾ ഫലപ്രദമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. അമേരിക്ക, റഷ്യ, യുക്രൈൻ ത്രികക്ഷി ചർച്ചയ്ക്കും വഴിയൊരുങ്ങുകയാണ്. സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പുടിൻ തയ്യാറെന്ന് അറിയിച്ചതായാണ് റിപ്പോർട്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിനിത വേണു നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് വിനിത വേണു. അലാസ്കയിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ എല്ലാ സൗഹൃദവും ഉണ്ടായിരുന്നു ചർച്ചയിൽ, പക്ഷേ തീരുമാനത്തിലേക്ക് എത്തിയില്ല. അതല്ലേ മനസ്സിലാക്കേണ്ടത്? ഗുഡ് മോർണിംഗ് സുജയ. ചർച്ചകളൊക്കെ ഫലപ്രദമായിരുന്നു എന്നാണ് ട്രംപും സെലൻസ്കിയും ഒടുവിലും പ്രതികരിക്കുന്നത്. പക്ഷേ വൈറ്റ് ഹൗസിൽ നിന്നും ഒരു നിർണായക പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് തീരുമാനങ്ങൾ പലതും എടുക്കണമെന്നും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നും ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടതാണ്. ട്രംപ് പറയുന്ന കാര്യങ്ങൾക്ക് സെലൻസ്കി വഴങ്ങും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ സമാധാനം എന്നതാണ് ശാശ്വതമായി വേണ്ടത് എന്ന് സെലൻസ്കി നിലപാടെടുക്കുകയും മാത്രമല്ല ഈ പ്രവിശ്യകൾ പിടിച്ചെടുത്ത പ്രവിശ്യകൾ വിട്ടുകൊടുക്കുന്നതിൽ തർക്കം തുടരുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ നിർണായകമായ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഇന്ന് ഉണ്ടാവാതിരുന്നത്. പക്ഷേ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി സംസാരിച്ചിരിക്കുന്നു ഇപ്പോൾ ട്രംപ്. ത്രികക്ഷി ചർച്ചകൾക്ക്, അതായത് നേർക്കുനേർ ചർച്ചകൾക്ക് പുടിൻ തയ്യാറാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് റഷ്യ, യുക്രൈൻ, അമേരിക്ക ചർച്ചകൾക്ക് വഴിയൊരുങ്ങുന്നു. പുടിനും സെലൻസ്കിയും രണ്ടാഴ്ചയ്ക്കുള്ളിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു സമാധാന കരാറിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് അറിയേണ്ടത്. നിർണായകമാകുന്നത് ഈ പിടിച്ചെടുത്ത പ്രവിശ്യകൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട തർക്കം തന്നെയാണ്. ഇരുകൂട്ടരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന് അമേരിക്ക നിലപാടെടുക്കുന്നു. പക്ഷേ പുടിന്റെ നിലപാടുകൾ പോസിറ്റീവാണ് എന്നതാണ് ചർച്ചകളിൽ നിർണായകമാകുന്നതും. ചർച്ചയുടെ വേദി പിന്നീട് തീരുമാനിക്കുമെന്നാണ് അറിയിക്കുന്നത്. ഏതായാലും യുക്രൈന് സുരക്ഷ ഉറപ്പാക്കാം എന്നതാണ് നാറ്റോ രാജ്യങ്ങൾ ഒന്നാകെ നൽകിയിരിക്കുന്ന പിന്തുണ. അത് സെലൻസ്കി അംഗീകരിക്കുകയും ചെയ്യുന്നു. ജർമ്മനിയും ഫ്രാൻസും ഇന്നിപ്പോൾ കൂടിക്കാഴ്ചയിൽ പറഞ്ഞത് ആദ്യം വെടിനിർത്തൽ വേണം, അതിനുശേഷം മറ്റ് ചർച്ചകളാകാം എന്നതാണ്. ഏതായാലും യൂറോപ്യൻ രാജ്യങ്ങളും ഈ ചർച്ചകളെ ഫലപ്രദമാണ് എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. ഇനിയുള്ള പുടിൻ സെലൻസ്കി കൂടിക്കാഴ്ച, ഒപ്പം അതിൽ ട്രംപ് പങ്കെടുക്കുമോ എന്നുള്ള ആകാംക്ഷകളൊക്കെ തന്നെ തുടരുന്നു. വരും മണിക്കൂറുകളിലും പ്രതികരണം പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ അപ്പോഴും ഈ ചർച്ചകൾക്ക് തൊട്ടു മുൻപും യുക്രൈനിൽ റഷ്യ രൂക്ഷമായ ആക്രമണം നടത്തിയിരിക്കുന്നു. ഡ്രോൺ ആക്രമണങ്ങളിൽ പ്രധാന നഗരങ്ങളിലൊക്കെ തന്നെ വലിയ നാശനഷ്ടം ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. 12 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ കൂടി വരുന്നു. അതായത് ആക്രമണങ്ങളിൽ നിന്ന് റഷ്യ ഇതുവരെ പുറകോട്ട് പോയിട്ടില്ല. അതുകൂടി ഈ ചർച്ചകളിൽ വലിയ ആശങ്ക ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം 6 യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിന് തനിക്ക് 6 വർഷത്തിനിടെ കഴിഞ്ഞു എന്നതാണ്. അതിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെട്ടു എന്ന് ആവർത്തിക്കുന്ന ട്രംപിനെയും നമ്മൾ കാണുകയാണ്. ഏതായാലും ഇന്ന് വൈറ്റ് ഹൗസിൽ നിന്നും നിർണായക തീരുമാനങ്ങളില്ല. പക്ഷേ തുടർ ചർച്ചകളിൽ പ്രതീക്ഷ വെക്കാം സുജയ. ഓക്കെ, ആ തുടർ ചർച്ചകളിൽ പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം. പ്രതീക്ഷയാണല്ലോ നമ്മളെയൊക്കെ മുന്നോട്ട് നയിക്കുന്നത്. താങ്ക് യു വിനിത.